സി മണി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് തന്നെ പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ഡെസിഷൻസ് നമ്മുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പൈസയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവേണ്ട കുറേ ഹാബിറ്റുകളും കുറേ ബിഹേവിയേഴ്സും ഉണ്ട്. നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. കാരണം നമുക്കത് നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നോർമൽ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു തരുന്നില്ല. So today we are looking at 6 important behaviors that we have to be looking around money. So let's get into the video. നമ്മൾ സംസാരിക്കാൻ പോകുന്ന 6 കാര്യങ്ങൾ ഒരുപക്ഷെ പലതും നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധ കൊടുക്കാത്തതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മൾ കാണുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരിക്കണം എന്നുള്ളത് നിങ്ങളും റൈറ്റ് ആയിട്ട് വെക്കുക. ബിക്കോസ് ദിസ് വുഡ് ഹെൽപ്പ് യു ഫോർ ഷുവർ. Today we are going to talk about 6 important habits or behaviors that you have to be developing around money. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് പേയിങ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ്. റോബർട്ട് കിയോസാക്കിയുടെ വളരെ ഫേമസ് ബുക്കായിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡിൽ 2 തരത്തിലുള്ള സ്പെൻഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. റിച്ച് മാൻ സ്പെൻഡ് ചെയ്യുന്നതും പുവർ മാൻ സ്പെൻഡ് ചെയ്യുന്നതും. അതിൽ പുവർ മാൻ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ പേ ഹിംസെൽഫ് ലാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതുപോലെ റിച്ച് മാൻ സ്പെൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഹി വിൽ പേ ഫോർ ഹിംസെൽഫ് ഫസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ വരുന്ന സാലറി ആയിക്കോട്ടെ, ബിസിനസ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ വരുന്ന പണത്തിൻ്റെ മിനിമം ഒരു 10% നമുക്കായിട്ട് മാറ്റി വെക്കുക, അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുമ്പം ഒരിക്കലും അത് ദൂർത്തടിച്ച് ചിലവാക്കാനോ അതല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനോ ഉള്ളതായിരിക്കരുത്. ഇൻസ്റ്റെഡ് അത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാറ്റി വെക്കാനുള്ളൊരു തുകയായിരിക്കണം. അതായത് പേയിങ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നമുക്കായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന പണത്തെ ഒരുപക്ഷെ നമ്മുടെ 6 മാസത്തെ എക്സ്പെൻസിലേക്ക് മാറ്റി വെക്കാനോ അതല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു പാസീവ് ഇൻകം ജനറേഷന് വേണ്ടി മാറ്റി വെക്കാനോ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ അപ്ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ആ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സ്പെൻഡ് യുവർ ഫോക്കസ് ഓൺ തിങ്സ് ദാറ്റ് റിയലി മാറ്റർ. അല്ലാതെ ഓരോ മാസവും ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, എൻ്റെ EMI എങ്ങനെ അടയ്ക്കും എന്നൊക്കെ ചിന്തിച്ച് കഷ്ടപ്പെടുന്ന ഈ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇഫ് അറ്റ് ഓൾ യു ആർ റെഡി ടു പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആൻഡ് നമുക്കായിട്ട് നമ്മളൊരു പൈസ മാറ്റി വെക്കുമ്പം ഇൻഡയറക്ട്ലി നമ്മുടെ ബ്രെയിനിൽ കയറുന്നൊരു സംഭവമുണ്ട്, ദി ഇമ്പോർട്ടൻസ് ഓഫ് യുവർ സെൽഫ്. നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ EMIയും നമ്മുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മാറ്റി വെക്കും. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ദാറ്റ് യു ഗിവ് ടു യുവർ സെൽഫ്. ആൻഡ് ഹോപ്പ് യു നോ ഇൻ ദിസ് ലൈഫ് യു ഹാവ് ടു ബി ഗിവിങ് സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ യുവർ സെൽഫ്. സോ അതുകൊണ്ട് തന്നെ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൂൾ നമ്പർ 1. ഇനി റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് യു ഷുഡ് നോട്ട് ബി കംഫർട്ടബിൾ വിത്ത് ബാഡ് ഡെറ്റ്സ് എന്നാണ്. ഡെറ്റ്സ് 2 തരമുണ്ട്, ഗുഡ് ഡെറ്റ്സ് ആൻഡ് ബാഡ് ഡെറ്റ്സ്. ഗുഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഫോർവേഡായിട്ട് വീണ്ടും ചെയ്യാം. ബട്ട് ബാഡ് ഡെറ്റ്സ് അതായത് നമ്മളുടെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാതെ നമ്മൾ എടുക്കുന്ന കടങ്ങൾ, വളരെ എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മുഖേന ഉണ്ടാകുന്ന കടങ്ങൾ ഒരു തരത്തിൽ ബാഡ് ഡെറ്റുകളാണ്. ക്രെഡിറ്റ് കാർഡുള്ള ആളുകൾക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും വാങ്ങുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ അതിനും അതല്ലെങ്കിൽ മേ ബി ഹെയർ കട്ടിനും ഡ്രസ്സസ് വാങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ക്രെഡിറ്റ് കാർഡ്സ് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ക്രെഡിറ്റ് കാർഡ്സ് സ്വൈപ്പ് ചെയ്യുമ്പം യു ഹാവ് എ പവർ, യു ഫീൽ ലൈക്ക് യു ഹാവ് എ പവർ ഓഫ് മണി ഹിയർ ആൻഡ് യു ഡു ഇറ്റ് ആൻഡ് യു പ്രോബബ്ലി ഓവർ യൂസ് ഇറ്റ്. നമ്മൾ ഒരുപാട് അത് ഉപയോഗിച്ചു പോകും. വാട്ട് ഹാപ്പൻസ് ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാകുന്ന കടങ്ങളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാഡ് ഡെറ്റ്. കാരണം എന്ത് തന്നെ കൂടെ, ബിക്കോസ് വൺ വേ ഓർ ദി അതർ യൂസിങ് ക്രെഡിറ്റ് കാർഡ് ഇസ് ഇൻ എ ഗുഡ് വേ ഇസ് വെരി ഗുഡ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഓവർ യൂസിങ് എന്ന് പറയുന്നത് അറിയാതെ വന്നു പോകുന്നൊരു സംഭവമാണ്. കാരണം നമ്മുടെ ബാഡ് ഡെറ്റ്സ് ആയിട്ട് നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ചിലവാക്കാൻ പണമുണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് ആയിട്ടോ ഡെബിറ്റ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ എങ്ങനെ ആയിട്ടാണെങ്കിലും നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അതായത് എൻ്റെ കയ്യിലൊരു ഫോൺ വാങ്ങാനുള്ള പണം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ഫോൺ വാങ്ങാൻ മുതിരാൻ പാടുള്ളൂ. എൻ്റെ കയ്യിൽ ഫോൺ വാങ്ങാനുള്ള പണം ഉണ്ട് എന്നിട്ട് ഞാൻ വാങ്ങുകയാണെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചോ അതിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാം, വിച്ച് ഇസ് വെരി ഗുഡ് ആൻഡ് ദാറ്റ് ഡസൻറ്റ് കംസ് അണ്ടർ ബാഡ് ഡെറ്റ്.
അപ്പോൾ ഗുഡ് ഡെറ്റ് എന്താണെന്നും ബാഡ് ഡെറ്റ് എന്താണെന്നും ബാഡ് ഡെറ്റിനോട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്കുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെയും ബാങ്കുകളുടെയും പ്രൊമോഷൻസും മാർക്കറ്റിങ്ങും ഇങ്ങനെയാണ് നടക്കുന്നത്, നമുക്കിത് അഫോർഡബിൾ ആണെന്ന് തോന്നിക്കും തക്ക വിധം. സോ വി ഷുഡ് നോട്ട് ബി falling in that trap. Make sure you understand. And the third point is that you have to know your income and expenses. നമുക്ക് നമ്മുടെ ഇൻകോ എക്സ്പെൻസസും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിക്കുമ്പം അവർ പറയും എനിക്ക് അറിയാമെന്നൊക്കെ പറയും. ഒരു അറൗണ്ട് ഒരു 4000 രൂപ ഞാൻ എൻ്റെ പെട്രോളിന് സ്പെൻഡ് ചെയ്യും, അറൗണ്ട് ഒരു 5000 രൂപ ഞാൻ എൻ്റെ ഫുഡിന് സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിങ് എൻ അപ്രോക്സിമേറ്റ് ഫിഗർ, യു ഹാവ് ടു ഹാവ് എ വെരി ക്ലിയർ ബഡ്ജറ്റ്. അതായത് നമ്മുടെ ഇൻകം എത്രയാണ്, സാലറി ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും രീതികളിലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സൈഡ് ഹസിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് വരുന്ന ഇൻകം എത്രയാണ്. അതുപോലെ നമ്മുടെ എക്സ്പെൻസസ്, നമ്മൾ ഫുഡിനും പെട്രോളിനും വെറുതെ കളയുന്നതായിട്ടും, അതല്ലെങ്കിൽ ബേസിക്കലി യു നീഡ് റൈറ്റ് നമ്മുടെ ലക്ഷറീസിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സസ് എടുക്കുന്നതിന്, സെൽഫ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ചിലവുകൾ എത്രയാണ്, അതൊക്കെ ഏതൊക്കെ സെഗ്മെൻറ്റുകളിലാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ എക്സ്പെൻസസും നമ്മുടെ ഇൻകവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടിലും ഫോക്കസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ്, നമുക്ക് പണം ആവശ്യമുള്ളപ്പോൾ പണം സേവ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എക്സ്പെൻസസ് അങ്ങ് കുറയ്ക്കാൻ ശ്രമിക്കും, വിച്ച് ഈസ് വെരി വെരി ഹാർഡ് ഫോർ യു ടു ടു ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതിൽ ഫോക്കസ് കൊടുക്കുന്നതിന് പകരമായിട്ട് എക്സ്പെൻസസുകളെ ലിമിറ്റ് ചെയ്യാനും ഇൻകം കൂട്ടുവാനും ശ്രമിക്കണമെങ്കിൽ യു ഷുഡ് ബി ഹാവിങ് എ വെരി ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് യുവർ ഇൻകം, വാട്ട് യുവർ എക്സ്പെൻസ് ഇസ് ഓൾ അബൌട്ട്. അതിനെ പറ്റിയിട്ട് വളരെ നല്ല ധാരണ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാലാമത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻവെസ്റ്റ്, ഡോണ്ട് സേവ് എന്നാണ്. അതായത് നമുക്ക് പൈസ മാറ്റി വെക്കണമെങ്കിൽ, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പണം മാറ്റി വെക്കാനേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ക്യാഷ് ആയിട്ട് എടുത്ത് വെക്കും, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എടുത്ത് വെക്കും, വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഡു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു. ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു 100 രൂപയെങ്കിൽ 100 രൂപ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് 100 rupees ഇസ് വർക്കിംഗ് ഫോർ യു ആസ് വെൽ. അതല്ലെങ്കിൽ ആ പണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവം, പണപ്പെരുപ്പം എന്ന് പറയുന്ന സംഭവം കൊണ്ട് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ഇൻഫ്ലേഷൻ റേറ്റ്സ് ആർ വെരി ഹൈ. നമ്മുടെ പൈസ തീർന്നു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയുന്ന റേറ്റ് നമുക്ക് കണ്ടു നിൽക്കുന്ന രീതിയിൽ പോകുന്ന രീതിയിലേക്കാവും. സോ മേക്ക് ഷുവർ യു ഇൻവെസ്റ്റ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഈസിയസ്റ്റ് വേ ഫോർ യു ടു ഇൻവെസ്റ്റ്, അല്ലേ? അതായത് ഇന്നെന്ന് പറഞ്ഞാൽ ടെക്നോളജി അത്ര ഇനേബിൾഡ് ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള വളരെ ഈസി ആൻഡ് സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് അതിൽ കുറച്ച് ആപ്സ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റിയും ലോസും കാര്യങ്ങളും എല്ലാം വളരെ എളുപ്പമായിട്ട്. അതുപോലെ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. മേക്ക് ഷുവർ യു സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ് വിത്ത് വാട്ട് എവർ മണി യു ആർ പ്ലാനിങ് ടു സേവ്. ഡോണ്ട് ജസ്റ്റ് സേവ്, ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പേഴ്സൺ. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സസിനെ പറ്റിയിട്ട് അറിയുക എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ന്യൂ ടാക്സ് റെജീമിനനുസരിച്ച് നമുക്ക് 7 ലക്ഷത്തിന് മുകളിൽ ആനുവൽ സാലറി അല്ലെങ്കിൽ ആനുവൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ടാക്സ് പേ ചെയ്യണം. അപ്പം ആ ഒരു സ്ലാബിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം ടാക്സുകളെ പറ്റിയിട്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സിംഗിൾ സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന എക്സ്പെൻസ് ടാക്സസ് തന്നെയാണ്. അപ്പോൾ ഈ ടാക്സുകളെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതിൽ വളരെ ബേസിക് ഐഡിയ, ഒരു CA പോലുള്ള ഫൈനാൻഷ്യൽ കൺസൾട്ടൻസ് അറിയുന്ന അത്രയും ഭീകരമായിട്ട് അറിയണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറെങ്കിലും അറിഞ്ഞിരിക്കുക. ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ടാവാൻ ശ്രമിക്കുക. അതുപോലെ ടാക്സ് പേ ചെയ്യാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഈ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവിടെ ലീഗലി ടാക്സ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി ഇൻ ടാക്സസ്. സോ മേക്ക് ഷുവർ യു നോ ടാക്സസ് ആസ് വെൽ. അതുപോലെ ആറാമത്തായിട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കെയർ അബൌട്ട് യുവർ ഫൈനാൻസ് എന്നാണ്. അതായത് നമ്മുടെ പൈസയെ പറ്റിയിട്ടും നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ടും ഒന്ന് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ വളരെ ബാക്കോട്ട് നിൽക്കുന്നൊരു സംഭവമാണ് ഫൈനാൻഷ്യൽ ടോക്ക് അല്ലെങ്കിൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് പൈസയെ കുറച്ച് പേടിയാണ്. വി കൺസിഡർ മണി ആസ് ഈവിൾ, വിച്ച് ഇസ് നോട്ട് എ ഗുഡ് തിങ്, റൈറ്റ്? കാരണം പൈസ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു ബി പ്ലേഡ് ഇൻ അവർ ലൈഫ്. അപ്പം ഈ പൈസ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി കൂടുതൽ സംസാരിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ഇൻകത്തിനെ പറ്റിയിട്ടും എക്സ്പെൻസുകളെ പറ്റിയിട്ടും ഞാൻ ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നി, നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംസാരങ്ങൾ. അതുപോലെ ഹൗ ഡു യു മാനേജ് യുവർ ഫൈനാൻസസ്, ഹൗ ഡു യു മാനേജ് യുവർ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ സാധാരണ സംസാരങ്ങളിൽ വരെ പണം എന്ന് പറയുന്ന സംഭവത്തെ ഉൾപ്പെടുത്താനും അതിനൊരു പൊസിഷൻ കൊടുക്കാനും അതിനർഹിക്കുന്ന ഒരു പൊസിഷൻ കൊടുക്കാനും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. കെയർ അബൌട്ട് യുവർ ഫൈനാൻസസ് എന്ന് പറയുന്നത്.
സോ ഈ ഒരു 6 പോയിന്റ് നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത് ഈ 6 നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, പക്ഷേ ഒരു പക്ഷേ നമ്മളത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. ബട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ ദീസ് 6 പോയിന്റ്സ് സംവെയർ ആൻഡ് മേക്ക് ഷുവർ യു ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ദീസ് 6 പോയിന്റ്. ആൻഡ് ഐ എം ഷുവർ ഈ 6 പോയിന്റ് ഇഫ് അറ്റ് ഓൾ യു ആർ റെഡി ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ദ റൈറ്റ് വേ, യു വിൽ ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് റിച്ച്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ യു കമൻറ്റ് ബിലോ, ഐ ക്യാൻ ഗിവ് യു ദി ആൻസേഴ്സ് അറൗണ്ട് ഇറ്റ്. അതുപോലെ തന്നെ മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ദ ചാനൽ. ടിൽ നെക്സ്റ്റ് വീഡിയോ, താങ്ക് യു.